മുസ്ലിം സമൂഹത്തെ സ്വർഗത്തിലേക്ക് വഴി നടത്താൻ കടന്നുവന്ന ഒരു ആദർശശാലിയുടെ പിന്മുറക്കാരെന്ന ഒരു അഭിമാന നേട്ടത്തോടുകൂടി തന്നെ അവരെയൊക്കെ നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആ ഉമർ മൗലവി തിരുവനന്തപുരത്ത് പാങ്ങോട് നിന്നും കല്ലറ വഴി വാമനപുരം വഴി തിരുവനന്തപുരത്തേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞു. ഇന്നും നമുക്കറിയാം പാങ്ങോടേക്കുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രയിൽ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വളവും തിരിവുമെല്ലാം നിറഞ്ഞ ഇന്നത്തെ ആ സാഹചര്യം 50 കൊല്ലങ്ങൾക്കപ്പുറം ആരോരുമില്ലാത്ത രാത്രിയിൽ ചീവീടുകളുടെ ആ മൂളൽ അതിശക്തമായി കേട്ടുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹു മാത്രം എനിക്ക് കൂട്ടിനുണ്ടെന്ന് വിശ്വസിച്ച് ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ച ഉമർ മൗലവി പറയുന്ന വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സുബഹി നമസ്കാരത്തോടടുത്ത് ഞാൻ വാമനപുരത്തേക്ക് എത്തിച്ചേർന്നു. ആകാശത്ത് കത്തിച്ചൊലി ആ സൂര്യന്റെ പ്രകാശം ഞാനിങ്ങനെ കടന്നു വരുന്നത് കണ്ടു. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കടന്നു വരാൻ തുടങ്ങി. അന്ന് തിരൂരങ്ങാടിയിലേക്കുള്ളൊരു ബസ്സിൽ ഞാൻ കയറി തിരൂരങ്ങാടിയിൽ ഇറങ്ങി. അന്ന് ഞാൻ KM മൗലവിയെ കണ്ട ആ ഘട്ടത്തിൽ KM മൗലവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ KM മൗലവിയോട് ഈ യാത്രയുടെ പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ KM മൗലവിയോട് പറഞ്ഞു. ആ ഉമർ മൗലവി അദ്ദേഹമൊക്കെ സഞ്ചരിച്ച പാതയിൽ ഇന്ന് പള്ളികളായി, സ്ഥാപനങ്ങളായി, മഹത്തായ ആദർശ വിപ്ലവത്തിന്റെ പോരാട്ടങ്ങളായി മാറി. അവരൊക്കെ ഈ ത്യാഗങ്ങൾ സഹിച്ച് നേടിയെടുത്ത ഈ സൗഭാഗ്യം, ഈ വെള്ളിവെളിച്ചം, ഈ ആദർശത്തിന്റെ ദീപശിഖ ഇന്നെന്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൈവന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഇത് നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ ഒരിക്കലും നമ്മൾ ആരും തയ്യാറാകരുത്. ഇത് നമുക്ക് വേണ്ടെന്ന് നമ്മൾ ആരും പറയരുത്. ഈ ആദർശ പ്രബോധനത്തിൽ അവരെ സഹിച്ച ത്യാഗങ്ങളുടെ ഒരൽപ്പ ശതമാനമെങ്കിലും സഹിക്കാൻ അള്ള തരുന്ന ഈ അവസരങ്ങൾ ഒരു വലിയ ആവേശമായി ഞാനും നിങ്ങളും സ്വീകരിക്കണമെന്ന് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞത് വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, ജാതീയതയില്ലാത്ത, അന്ധകാരങ്ങളും അരാജകത്വങ്ങളും ഇരുട്ടും ഒരു തരത്തിലുള്ള നെറുകേടുകളുമില്ലാത്ത ശുദ്ധമായ ഒരു ആദർശത്തെ സംബന്ധിച്ചായിരുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും ഈ സംവിധാനങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചൊരു നാഥന്റെ സംവിധാനത്തിലേക്ക് മടങ്ങിപ്പോണ മനുഷ്യരെ എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്. വർഗീയതയില്ലാത്തൊരു കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം സ്വപ്നം കണ്ടു. വർഗീയതയില്ലാത്തൊരു കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം സ്വപ്നം കണ്ടു. സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു സുന്ദരമായ കാലഘട്ടത്തെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തു. എല്ലാ തരത്തിലുള്ള രാജകത്വങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിച്ച് മനുഷ്യരെ സ്നേഹിച്ചൊരു പ്രസ്ഥാനമായി മുജാഹിദ് പ്രസ്ഥാനം വളർന്നു വന്നു. ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഐക്യങ്ങൾ ഉണ്ടാക്കി, അവർക്കിടയിൽ സ്നേഹങ്ങൾ ഉണ്ടാക്കി. അമ്പലങ്ങളുടെയും ശ്മശാനങ്ങളുടെയും പള്ളികളുടെയും മക്ബറകളുടെയും ആശ്രമങ്ങളുടെയും പേരിൽ മതിൽ കെട്ടി അതിർവരമ്പുകൾ സൃഷ്ടിച്ച മനുഷ്യർക്കിടയിലേക്ക് ആ ദൈവങ്ങളെ മുഴുവൻ കൈയൊഴിഞ്ഞ് ഇവരെയൊക്കെ മനുഷ്യരെ സൃഷ്ടിച്ച ഒരു സർവാധിനാഥന്റെ സന്നിധാനത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു പോകണം എന്ന സുന്ദരമായൊരു സന്ദേശം മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞു. അത് ഇസ്ലാം പഠിപ്പിച്ച സന്ദേശമായിരുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിഭാഗീയത പഠിപ്പിക്കുന്ന സന്ദേശമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജാതീയത പഠിപ്പിക്കുന്ന സന്ദേശമല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു അല്പ ശതമാനം വരുന്ന ആളുകളുടെ മാത്രം ഒരു ദൈവമല്ല പടച്ചവൻ, ഒരു ദൈവമല്ല അല്ലാഹു. മറിച്ച് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ശൈലി അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 വചനങ്ങളിൽ കൃത്യമായത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഈ നാട്ടിലെ രാജനെയും ഈ നാട്ടിലെ ജോസഫിനെയും ഈ നാട്ടിലെ മുഹമ്മദിനെയും ഈ നാട്ടിലെ മതമുള്ളവരെയും ഈ നാട്ടിലെ മതമില്ലാത്തവരെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു സർവാധിനാഥൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ, പൊട്ടുതൊട്ടമ്മയോടും തട്ടമിട്ടുമ്മയോടും ഇസ്ലാം വിശുദ്ധമായി വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറഞ്ഞു. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചൊരു നാഥനെ, നിങ്ങളെ മാത്രമല്ലല്ലോ അവൻ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ, നമ്മുടെ ബാപ്പയെ, വല്യപ്പമാരെ, വല്യച്ഛന്മാരെ, അച്ചച്ചന്മാരെ, അമ്മുമ്മമാരെ ഒക്കെ സൃഷ്ടിച്ചൊരു ദൈവം. ആ ദൈവത്തെ ആരാധിക്കണം. ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും മൊഹീദീശകിന്റെയും ബദരീങ്ങളുടെയും മുഹദീങ്ങളുടെയും ഒക്കെ ദൈവത്തെ ഉയർന്നിൽക്കുന്ന ജാറങ്ങളിൽ നിന്നും ദർഗകളിൽ നിന്നും മാറി, പുണ്യമരങ്ങളിൽ നിന്നും പുണ്യപുഷ്പങ്ങളിൽ നിന്നും മാറി ഇവയൊക്കെ സംവിധാനിച്ചൊരു ദൈവം, ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ വർഷിപ്പിക്കുന്നൊരു ദൈവം, ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ചുകൊണ്ടുവരുന്നൊരു ദൈവം, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നൊരു ദൈവം, അന്തരീക്ഷത്തിൽ വായു നമുക്ക് സംവിധാനിച്ചു തന്ന, നമുക്ക് കുടിക്കുവാനുള്ള ജലത്തെ ഒരുക്കി തന്ന ഒരു സർവാധിനാഥനായ ആ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന സുന്ദരമായൊരു സന്ദേശം മനുഷ്യരാശി
മനുഷ്യരാശിക്ക് മുന്നിലേക്ക് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഇതാ ഇസ്ലാമിന് പറയാനുള്ളത്. അതല്ലാതെ ഇസ്ലാം പറയുന്നത് വർഗീയതയുടെ ഒരു സന്ദേശമല്ല. ഇസ്ലാം പറയുന്നത് ജാതീയതയുടെ ഒരു സന്ദേശമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കുലദൈവത്തിന്റെ പേരല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേരല്ല. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനം, എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുന്ന ഈ മതത്തിൽ തീവ്രവാദത്തിന്റെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ പറ്റില്ല. ലോകത്ത് മുസ്ലിങ്ങൾക്കൊരിക്കലും തീവ്രവാദികളാകാൻ കഴിയില്ല. ഇന്ന് തീവ്രവാദത്തിന്റെ പേരിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണയാണ്. മനസ്സുകളിൽ നിന്നും ആ തെറ്റിദ്ധാരണ നീക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം ഐക്യത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം മോക്ഷത്തിന്റെയും ഉന്നതിയുടെയും ഒരുമയുടെയും സന്ദേശമായി ലോകത്ത് കടന്നു വന്നു. വിഘടിച്ചു നിൽക്കുന്ന മനുഷ്യരാശിയെ മുഴുവൻ ഏകോപിപ്പിക്കുന്നു. ഒരു ദൈവം, ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്ന സുന്ദരമായ ഒരു സന്ദേശത്തിലേക്ക്, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണെന്ന സുന്ദരമായ ഒരു സന്ദേശത്തിലേക്ക് ഇസ്ലാം മനുഷ്യരാശിയെ ക്ഷണിച്ചു കൊണ്ടുവന്നു. മുസ്ലിം നാമം ധരിച്ചതുകൊണ്ട് സ്വർഗമുണ്ടെന്ന ഒരു മൂഢത്വം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മുസ്ലിങ്ങളായി ജനിച്ചു എന്ന പേരിൽ, മുസ്ലിം മാതാവിന്റെ ഗർഭാശയത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ അവന് സ്വർഗമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല. മറിച്ച് ഇസ്ലാം പറഞ്ഞു, ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാരോ, ദൈവത്തിന്റെ കൽപ്പനകൾ സൂക്ഷിക്കുന്നവനാരോ, ദൈവത്തിന്റെ നിയമങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവനാരോ അവനാണ് സ്വർഗമുള്ളത്. അവനാണ് സ്വർഗമുള്ളത്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർക്ക്, ഭൂമിയിൽ കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് സ്വർഗമില്ല എന്ന് ഇസ്ലാം ലോകത്തോട് പറഞ്ഞു. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ, ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ തിന്മകളാണെന്ന് പറയാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. കച്ചവട രംഗത്തെ കൃത്രിമത്വങ്ങൾക്കെതിരെ വളരെ കൃത്യമായി ഇസ്ലാം സംസാരിച്ചു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരെ നിങ്ങൾക്ക് നാശം. അളന്നു കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ കൊടുക്കണം, അളന്നു വാങ്ങുമ്പോൾ കൃത്യമായി നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നാളെയുടെ രോഗത്ത് നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കാറൽ മാർക്സ് ആയിരിക്കും തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി കടന്നുവന്ന നേതാക്കന്മാരെന്ന് പലരും പറയുന്നതിന് മുമ്പേ, കാറൽ മാർക്സിന്റെ വല്ലുപ്പമാര് ജനിക്കുന്നതിന് മുമ്പേ ലോകത്ത് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ഇസ്ലാം സംസാരിച്ചിരുന്നു. കയ്യിൽ തഴമ്പ് പിടിച്ച് കടന്നുവന്ന പ്രവാചകാനുചരന്റെ കൈകൾ പിടിച്ചിട്ട് ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്ദരമായി പ്രഖ്യാപിച്ചു, അള്ളാഹുവിനും റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തഴമ്പ് പിടിച്ച കൈകളുണ്ടല്ലോ,